എത്ര കൃത്യതയോടെ ആസൂത്രണം ചെയ്താലും കുറ്റകൃത്യത്തിൻ്റെ ഒരു തെളിവെങ്കിലും അവശേഷിക്കും. കുറ്റാന്വേഷണ രംഗത്തെ ഈ ചൊല്ല് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ, അതായത് ഉത്തർപ്രദേശിൽ യാഥാർത്ഥ്യമായി. കാൺപൂരിലെ ലക്ഷ്മൺ ഖേഡ ഗ്രാമത്തിലെ ധർമ്മേന്ദ്ര പാസിയുടെ കൊലപാതകങ്ങൾ അവശേഷിപ്പിച്ച തെളിവുകൾ തേടി പോലീസ് പോയപ്പോൾ പിടിയിലായത് ഭാര്യയാണ്. എല്ലാവരും ഞെട്ടിത്തരിച്ചു, അത്ഭുതപ്പെട്ടു. ഭാര്യ റീനയും ധർമ്മേന്ദ്രയുടെ ബന്ധുവായ സതീഷുമായിരുന്നു പ്രതികൾ. കാരണം എന്തെന്നറിയോ? മെയ് 11 രാത്രി വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ധർമ്മേന്ദ്രയും ചിലരുമായി സംഘർഷമുണ്ടായിരുന്നു. സ്വാഭാവികമായി പോലീസ് സംശയിച്ചത് അവരെയാണ്. ആരെ? സംഘർഷം ഉണ്ടാക്കിയവരെ. അപ്പോൾ ധർമ്മേന്ദ്രയുടെ ഭാര്യയും വിരൽ ചൂണ്ടിയത് അവർക്കു നേരെയാണ്. എന്നാൽ അന്വേഷണത്തിനിടെ പോലീസിന് ചില സംശയങ്ങളുണ്ടായി. കാരണം എന്തെന്ന് വെച്ചാൽ, ധർമ്മേന്ദ്രയുടെ മൃതദേഹം കിടന്നത് വീടിനു പുറത്തെ കട്ടിലിലായിരുന്നു. എന്നാലോ വീടിനുള്ളിൽ രക്തക്കര കണ്ടെത്തി. അപ്പോൾ പുറത്തു നിന്നുള്ളവരാണ് കൊലപാതകികളെങ്കിൽ വീടിനുള്ളിൽ എങ്ങനെ രക്തക്കര വരും? മൃതദേഹം എങ്ങനെ പുറത്തു വരും? ഇതാണ് പോലീസ് അന്വേഷിച്ചത്. വീണ്ടും പോലീസ് ശക്തമായ അന്വേഷണം നടത്തി. കൊലപാതകി വീട്ടിനുള്ളിലുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. പക്ഷേ ആരാണ് കൊലപാതകി? അപ്പോഴാണ് ഭാര്യയുടെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിക്കുന്നത്. അപ്പോൾ പരിശോധിച്ചതിൽ നിന്ന് അതിൽ സമൂഹത്തിന് നിരക്കാത്ത കാമുകനുമായുള്ള ചില രഹസ്യബന്ധങ്ങളുടെ തെളിവുകളാണ് പോലീസിന് അവിടെ കിട്ടിയത്. അപ്പോൾ കാമുകനും ബന്ധുവുമായ സതീഷുമായി ഏറെ നേരം അവർ ഫോണിൽ സംസാരിച്ചിരുന്നു, ചാറ്റിംഗ് നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. ദിവസവും ശരാശരി ഏകദേശം 10 കോളിന് മുകളിലും ദീർഘനേരം അവർ ചാറ്റിംഗും നടത്തിയിരുന്നു. വീണ്ടും ധർമ്മേന്ദ്രയുടെ ഭാര്യ റീനയെ പോലീസ് ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചു. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യിച്ചു, കാമുകനെയും ധർമ്മേന്ദ്ര ഭാര്യ റീനയെയും. ആ ചോദ്യം ചെയ്യലിൽ ഇരുവർക്കും ഏറെ നേരം പിടിച്ചു നിൽക്കാനായില്ല. റീനയും ബന്ധുമായ സതീഷും തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നു. ധർമ്മേന്ദ്ര ഇക്കാര്യം അറിയുകയും സതീഷിനെ മർദ്ദിക്കുകയും ഭാര്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇവർ രണ്ടുപേരും കൂടി കൊലപാതകം ആസൂത്രണം ചെയ്തത്. മെയ് 11 വീടിന് പുറത്തെ കട്ടിലിലാണ് ധർമ്മേന്ദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. മെയ് 10 രാത്രി ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക നൽകി മയക്കിയ ശേഷമാണ് കൊലപാതകം നടത്തിയത്. ചൂട് കാരണം പുറത്തെ കട്ടിലിലാണ് ധർമ്മേന്ദ്ര കിടന്നത് എന്നായിരുന്നു ഇവർ പോലീസിന് പറഞ്ഞത്. ഉറക്ക ഗുളിക കഴിച്ച് ബോധം പോയപ്പോൾ സതീഷിനെ വിളിച്ചു വരുത്തി മരത്തടി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. വീട്ടിലെ ശുചിമുറിയിൽ നിന്നും വാരാന്തയിൽ നിന്നും ചോരക്കര കണ്ടെത്തിയതാണ് പോലീസിന് കേസിൽ തുമ്പുണ്ടാക്കിയത്. ഫോൺ വിവരങ്ങൾ പരിശോധിച്ച ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ റീന കുറ്റം സമ്മതിച്ചു. ഫോറൻസിക് തെളിവുകളും നിർണായകമായി. ഇരുവരുടെയും ഫോണിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങളും റീനയുടെ നഗ്ന ദൃശ്യങ്ങളും ഇവർ തമ്മിലുള്ള ബന്ധപ്പെടലിൻ്റെ ദൃശ്യങ്ങളും കണ്ടെത്തി.